إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم واغفر لأبي إنه كان من الضالين ولا تخزني يوم يبعثون. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്ക് വിധേയരായി ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ആദ്യം എന്നെയും പിന്നെ നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവരായി ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ അള്ളാഹു പരിശുദ്ധരാക്കിയ പ്രവാചകന്മാർ, അമ്പിയാക്കൾ, അവരുടെ ജീവിതത്തിൽ അവർ ശീലിച്ച ശീലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശീലം വളരെ പ്രതീക്ഷയോടെയും ഭയത്തോടെയും അള്ളാഹുവിനോട് ദുആ ചെയ്യുക, റബ്ബിനോട് ചോദിക്കുക, നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക, ആ നിലപാട് സ്വീകരിച്ച വ്യക്തിത്വങ്ങളായിരുന്നു അമ്പിയാക്കൾ എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. അമ്പിയാക്കളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദി, നേർവഴിയിൽ അള്ളാഹു നയിച്ചവരാണവർ, അവരിലൂടെയാണ് അള്ളാഹു നേർവഴി സിറാത്തുൽ മുസ്തഖീം, ഹിദായത്ത് ലോകത്തിന്റെ മുന്നിൽ പ്രകാശിപ്പിച്ചത്. അതുകൊണ്ട് ആ അമ്പിയാക്കളെ ചൂണ്ടി അള്ളാഹു പറഞ്ഞതാണ് ഫബിഹുദാഹു മുഖ്തദി, ആ പ്രവാചകന്മാരുടെ വഴി നീ ഫോളോ ചെയ്യുക, ആ അമ്പിയാക്കളുടെ വഴി നീ പിന്തുടരുക എന്ന് ഖുർആൻ കൽപ്പിക്കുകയുണ്ടായി. ആ സവിശേഷരായ പ്രവാചകന്മാരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ
നമുക്ക് കാണാൻ കഴിയുന്ന സവിശേഷമായ മറ്റൊരു പ്രത്യേകതയാണ് ഇന്നത്തെ ഖുത്ബയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ സവിശേഷത, അവർ ഏറ്റവും നന്നായി സൃഷ്ടികളിൽ, പടപ്പുകളിൽ അവർ ബാധ്യത നിർവഹിച്ചത് തങ്ങളുടെ മാതാപിതാക്കളോടായിരുന്നു. അള്ളാഹുവിനെ കഴിഞ്ഞാൽ ഭൗതിക ലോകത്ത് അവർ ഏറ്റവും വലിയ ബാധ്യത നിർവഹിച്ചതും അവർ ഏറ്റവും അധികം ദുആ ചെയ്തതും അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയായിരുന്നു. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ പ്രവാചകന്മാരോടുള്ള നിർദ്ദേശം നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ജീവിതത്തിൽ അവരുടെ അഭിലാഷങ്ങൾ റബ്ബിനോട് അവർ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ റബ്ബിനോട് അദ്ദേഹം പറയുന്നത് സൂറത്ത് ഇബ്രാഹിമിന്റെ 40-41 ആയത്തുകളിൽ, സൂറത്ത് ശുഅറാഇന്റെ 84 മുതൽ 87 വരെയുള്ള ആയത്തുകളിൽ ഒക്കെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. എന്താണ് ഇബ്രാഹിം നബി റബ്ബിനോട് പറയുന്നത്? റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ റബ്ബന ഇഗ്ഫിർ ലീ വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. നമുക്കറിയാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിനെ ഏറ്റവും അധികം ഉപദ്രവിച്ചത് അദ്ദേഹത്തിന്റെ ഉപ്പയാണ്. കാഫറായിരുന്നു അദ്ദേഹം, അവിശ്വാസിയായിരുന്നു അദ്ദേഹം. തന്റെ എതിരാളികളുടെ കൂട്ടത്തിൽ മുന്നിൽ നിന്ന് തനിക്കെതിരെ പോരാടിയ ആളായിരുന്നു തന്റെ ഉപ്പ. പക്ഷേ തന്റെ എതിരാളിയായി ജീവിച്ചിട്ട് പോലും, തന്നെ കല്ലെറിയാൻ കൂടിയവരുടെ കൂടെ കൂടിയിട്ട് പോലും, തന്നെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ വന്നവരുടെ കൂടെ ചേർന്ന് അവരോടൊപ്പം നിന്നുകൊണ്ട് പരിശ്രമിച്ച ആളായിട്ട് പോലും സ്വന്തം ഉപ്പയോടുള്ള അദമ്യമായ ഇഷ്ടം, സ്നേഹം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഒരിക്കലല്ല പലതവണ തന്റെ ദുആയിലൂടെ പ്രകടിപ്പിക്കുകയാണ്. എന്നാണ് അദ്ദേഹം പറയുന്നത്? അല്ലാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും മുഖീമുസ്സലാഹ്, നിസ്കരിക്കുന്നവരാക്കണേ അല്ലാഹ്. നിസ്കാരം നിർവഹിക്കുന്നവരാക്കണേ എന്നെയും എൻ്റെ മക്കളെയും, നിസ്കാരമുള്ളവരാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എൻ്റെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. എന്നിട്ട് അദ്ദേഹം റബ്ബിനോട് പറയാണ്, റബ്ബന ഇഗ്ഫിർ ലീ വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. വിചാരണയുടെ നാളിൽ എൻ്റെ മാതാപിതാക്കൾക്കും എനിക്കും മുഅ്മിനുകൾക്കും നീ പുറത്തു നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നീ മഗ്ഫിറത്ത് തരണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ദുആയാണ്, ഒരിക്കലല്ല. സൂറത്ത് ശുഅറായിൽ അല്ലാഹ് പറയുന്നു, നോക്കൂ, അദ്ദേഹത്തിന്റെ ദുആയാണ് അവിടെയും. വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. ഇബ്രാഹിം നബി റബ്ബിനോട് പറയണം, അല്ലാഹുവേ, എൻ്റെ കാലശേഷം എന്നെക്കുറിച്ച് ആളുകൾ നല്ലത് പറയുന്ന രൂപത്തിൽ എൻ്റെ ജീവിതം സെറ്റ് ചെയ്തു തരണം. എൻ്റെ കാലം കഴിഞ്ഞ് എന്നെക്കുറിച്ച് ആളുകൾ മോശം പറയുന്ന അവസ്ഥയുണ്ടാക്കരുത് അല്ലാഹ്. ഞാൻ പോയി കഴിയുമ്പോൾ എൻ്റെ പിന്നാലെ വരുന്ന ആളുകളുടെ നാവിൽ നല്ലത് എന്നെക്കുറിച്ച് പറയാവൂ, അതേ എന്നിൽ ഉണ്ടാകാവൂ. ആ രൂപത്തിലാക്കി തരണേ. വജ്അൽനീ മിൻ വറസതി ജന്നത്തിൻ നഈം. അല്ലാഹുവേ, അനുഗ്രഹ സമ്പൂർണമായ ജന്നത്ത്, സ്വർഗ്ഗം എനിക്ക് നീ അനന്തരമായി തരണേ അല്ലാഹ്. വഗ്ഫിർ ലി അബീ ഇന്നഹു കാന മിനദ്ദാല്ലീൻ. എൻ്റെ ഉപ്പക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹം വഴികേടിലായി, വലാലത്തിലായി, അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണം. അത് ഇബ്രാഹിം നബിയുടെ ആഗ്രഹമാണ്. ഇബ്രാഹിം നബിയുടെ മനസ്സിൽ തുടിച്ച ഒരാവശ്യമാണ്. ആ രൂപത്തിൽ ഉപ്പയുമായുള്ള ബന്ധം, മാതാപിതാക്കളുമായുള്ള ബന്ധം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അത്രമേൽ ഇഷ്ടത്തിൽ നിലനിർത്താൻ കഴിഞ്ഞു എന്നാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇബ്രാഹിം നബി മാത്രമല്ലത്, ഈസാ നബിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞു. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിയിൽ കിടന്നു സംസാരിച്ച ഭാഗം ഖുർആൻ വിശദീകരിക്കുന്നിടത്ത് ആ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ വാചകം ഖുർആൻ പറഞ്ഞത് എങ്ങനെയാണ്? വജ്അൽനീ മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ വബറൻ ബിവാലിദതി വലം യജ്അൽനീ ജബ്ബാറൻ ശഖിയ്യാ. തന്റെ ഉമ്മയുടെ ചരിത്രത്തിൽ സംശയിച്ച ആളുകൾക്ക് തൊട്ടിലിൽ കിടന്ന പിഞ്ചോമന മറുപടി പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞ വാചകമാണ് വജ്അൽനീ മുബാറകൻ ഐനമാ കുന്തു. ഞാൻ എവിടെയായിരുന്നാലും റബ്ബ് എന്നെ അനുഗ്രഹീതനാക്കി, ബറക്കത്തുള്ളവനാക്കി. വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. ഞാൻ ജീവിക്കുന്ന കാലമത്രയും നിസ്കരിക്കുവാനും സക്കാത്ത് നൽകുവാനും റബ്ബ് എന്നോട് കൽപ്പിച്ചു. മാത്രമല്ല വബറം ബിവാലിദതി, എൻ്റെ ഉമ്മക്ക് നന്മ ചെയ്യാൻ,
ആ റബ്ബ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. വബർറം ബിവാലിദതി, എൻ്റെ ഉമ്മക്ക് നന്മ ചെയ്യാൻ റബ്ബ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്കാണ്. നൂഹ് അലൈഹിസ്സലാം 950 കൊല്ലക്കാലം ദഅവത്ത് നടത്തിയിട്ട് അവസാനം അങ്കുലി പരിമിതരായ അണികളെ മാത്രം നേടിയെടുക്കാൻ കഴിഞ്ഞ മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ ഖുർആൻ പറയുന്നു, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ ഇന്നക ഇൻ തദർഹും യുളില്ലു ഇബാദക വലാ യലിദൂ ഇല്ലാ ഫാജിറൻ കഫാറാ റബ്ബി ഗ്ഫിർ ലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ വലിൽമുഅ്മിനീന വൽമുഅ്മിനാതി വലാ തസിദിൽ ളാലിമീന ഇല്ലാ തബാറാ. തന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് 950 കൊല്ലത്തോളം ദഅവത്ത് നടത്തിയ മഹാനായ നൂഹ് അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്യുന്നത്, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ, റബ്ബേ പൂർണ്ണമായും നിന്നെ അവിശ്വസിക്കുകയും നന്ദികേട് കാണിക്കുകയും ചെയ്യുന്ന ഈ ജനതയെ ലോകത്തിന് നീ ബാക്കിയാക്കണ്ട അല്ലാഹ്, അവരെ മുഴുവനും നശിപ്പിച്ചു കളയണമെന്ന രൂപത്തിൽ മഹാനായ നൂഹ് അലൈഹിസ്സലാം റബ്ബിനോട് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ, അല്ല ഏതൊരു പ്രവാചകനും നൽകിയ ഒരവസരം ഉപയോഗിച്ച് ആ മുസ്തജാബായ ഉത്തരം കിട്ടുന്ന നിലക്കുള്ള ദുആ അദ്ദേഹം അവിടെ പ്രയോഗിച്ചു കളഞ്ഞു. എന്നിട്ട് അദ്ദേഹം അതിന് റീസൺ പറഞ്ഞു, ഇന്നക ഇൻതദർഹും യുളില്ലു ഇബാദക, ഈ അവിശ്വാസികളെ ഇനിയും ഇവിടെ ബാക്കിയാക്കിയാൽ അങ്കുലി പരിമിതരായി ഈമാൻ സ്വീകരിച്ച മനുഷ്യരെ കൂടി ഇവർ പിഴപ്പിച്ചു കളയുമല്ല, ഇവരുടെ അനന്തരഗാമികളാകട്ടെ ഇവരെക്കാളും മോശപ്പെട്ട ജനതയാണ് രൂപപ്പെടുന്നത്. എന്നിട്ട് മഹാനായ നൂഹ് അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്യണത്, റബ്ബി ഗ്ഫിർ ലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽമുഅ്മിനീന വൽമുഅ്മിനാത് വലാ തസിദിൽ ളാലിമീന ഇല്ലാ തബാറാ. അല്ലാഹുവേ എനിക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, വലിവാലിദയ്യ എൻ്റെ ഉപ്പക്കും ഉമ്മക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. നൂഹ് നബിയുടെ ദുആയാണ്. അവിടെയും വാപ്പയും ഉമ്മയും എന്നുള്ളത് സവിശേഷതയാണ് അവരുടെ ദുആയിലുണ്ടത്, പ്രാർത്ഥനയിലുണ്ടത്. ഏത് പ്രവാചകനെ നിങ്ങൾ എടുത്തു നോക്കിക്കോ, യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ മനസ്സിലാക്കിയല്ലോ, മക്കളില്ലാതിരുന്ന സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട്, റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വഷ്തഗല റഅസു ശൈബാ വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യാ, പ്രായം കൊണ്ട് എൻ്റെ എല്ലുകൾക്ക് ബലാരിഷ്ടതകൾ സംഭവിച്ചു തുടങ്ങി അല്ലാ, എൻ്റെ എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ചു, എൻ്റെ മുടിയാകട്ടെ വെള്ളി പോലെ വെളുത്തുപോയി, എനിക്കൊരു സന്താനത്തെ തരണേ എന്ന് നിരന്തരമായി സക്കരിയ നബി അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്തിട്ട് ഫബശർനാഹു, അല്ലാഹു അദ്ദേഹത്തിന് കൊടുത്ത സന്തോഷ വാർത്തയായിരുന്നു യഹ്യ എന്ന പൊന്നുമോൻ. ആ യഹ്യ നബിയെ കുറിച്ച് എന്താ പറയുന്നത്, യാ യഹ്യ ഖുദിൽ ഖിതാബ ബിഖുവ്വ വആതൈനാഹുൽ ഹുക്മ സബിയ്യ വഹനാനം മിൻ ലദുന്നാ വസകാതൻ വകാന തഖിയ്യ വബർറൻ ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ അസിയ്യ. വിശുദ്ധ ഖുർആൻ പറയാണ്, അദ്ദേഹത്തോട് നിർദ്ദേശിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ സവിശേഷത വബർറൻ ബിവാലിദൈഹി, ഉപ്പക്കും ഉമ്മക്കും പുണ്യം ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം. അപ്പോ അമ്പിയാക്കൾ ആരെടുത്താലും, നബിമാരെ ആരെടുത്താലും അവരുടെ സവിശേഷത എന്താന്ന് ചോദിച്ചാൽ ഉപ്പയെ പരിഗണിക്കുന്ന, ഉമ്മയെ പരിഗണിക്കുന്ന സവിശേഷമായ ഒരു സ്വഭാവം അമ്പിയാക്കളുടെ ജീവിതത്തിലുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം രാജാവായിരുന്നു അദ്ദേഹം. അതുപോലെ ലോകം അടക്കുവാണ് ഒരു ഭരണാധികാരി ഇല്ല. മനസ്സിലാക്കണം, വലിയ ബിസിമാരാകുന്ന അല്ലെങ്കിൽ വലിയ വലിയ ബിസിയിൽ ഏർപ്പെട്ടു പോകുന്ന വലിയ കച്ചവടക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ, ബിസിനസ്സുകാർ. ബാപ്പയുടെ അടുക്കലോ ഉമ്മയുടെ അടുക്കലോ അല്പനേരം ചെലവഴിക്കുവാനോ അതല്ലെങ്കിൽ അവരെ ഒന്ന് സന്തോഷിപ്പിക്കുവാനോ സമയമില്ലാതെ പോകുന്ന വലിയ തിരക്കുള്ള ബിസിമാരായ, ബിസിയിൽ അകപ്പെട്ടുപോയ, തിരക്കിൽ അകപ്പെട്ടുപോയ, ഫുൾ ടൈം ബിസിയായി പോയ മക്കൾക്കുള്ള വലിയ മാതൃകയാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. അതുപോലെ ലോകം മടക്കുവാണ മറ്റൊരു ഭരണാധികാരി ഉണ്ടായിട്ടില്ലെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. ആ സുലൈമാൻ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ ഒരു കാര്യം, അത്ഭുതകരമായ ഒരു കാര്യം, ഉറുമ്പുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കണ്ട സംഭവം. ആ സംഭവത്തിന് ശേഷം അദ്ദേഹം നടത്തുന്ന ഒരു ദുആയുണ്ട്. ആ ഉറുമ്പുകളുടെ സംസാരം മനസ്സിലാക്കി അവരുടെ വെപ്രാളമൊക്കെ കണ്ട് ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ, ഉറുമ്പിന്റെ സംസാരം കേട്ട് ചിരിച്ചുപോയ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പെട്ടെന്ന് തന്നെ റബ്ബ് തനിക്കു തന്ന നിഅമത്തുകളെ ഓർക്കുകയാണ്, അനുഗ്രഹങ്ങളെ ഓർക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം റബ്ബിനോട് അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാഹു വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദികസ് സ്വാലിഹീൻ. അല്ലാഹുവേ, എനിക്ക് നീ തന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ എനിക്ക് അവസരം തരണേ. എനിക്ക് നീ തന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ, തിരിച്ചു നിന്നോട് നന്ദി കാണിക്കാൻ എനിക്ക് അവസരം തരണേ എന്ന് പറഞ്ഞതിനോട് ചേർത്ത് അദ്ദേഹം പറയുന്നത്
എനിക്ക് മാത്രമല്ല വഅലാ വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്ത നിഅമത്തുകൾ ഉണ്ടല്ലോ, അതിനും ശുക്ർ ചെയ്യണം. എൻ്റെ ഉപ്പക്ക് കൊടുത്ത നിഅമത്തുകൾക്ക്, എൻ്റെ ഉമ്മക്ക് നീ നൽകിയ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാനുള്ള അവസരം എനിക്ക് നീ തരണേ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അപ്പൊ ആ ബന്ധം എത്ര വളർന്നാലും ഉയർന്നാലും ഉപ്പയും ഉമ്മയുമായി നിലനിർത്തേണ്ട ആത്മബന്ധം അതൊരു ദുആയിൽ പോലും സ്ഫുരിക്കുകയാണ്, തെളിയുകയാണ്. ഇത് അമ്പിയാക്കളുടെ സഖാഫ, അവരുടെ സംസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മോടും അല്ലാഹു ആ സംസ്കാരം സ്വീകരിക്കാൻ പറഞ്ഞത്. അമ്പിയാക്കളുടെ വഴിയിലാണോ നിങ്ങളുള്ളത്? നേരിന്റെ വഴിയിലാണോ നിങ്ങളുള്ളത്? ഹിദായത്തിന്റെ പാതയാണോ നിങ്ങൾ സ്വീകരിക്കുന്നത്? വഖലാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا ربكم أعلم بما في نفوسكم إن تكونوا صالحين فإنه كان للأوابين غفورا. സൂറത്ത് ഇസ്രാഈൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സ്പഷ്ടമായി വ്യക്തമായി നമുക്ക് പറഞ്ഞൊരു സംഗതിയാണ്. വഖലാ റബ്ബുക്, നിന്റെ റബ്ബിന്റെ തീരുമാനമാണ്, നിന്റെ റബ്ബിന്റെ ജഡ്ജ്മെന്റ് ആണ്. അത് ഒരിക്കലും ലംഘിക്കാൻ പാടില്ല. റബ്ബിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ ഖളാ ആണ്, ജഡ്ജ്മെന്റ് ആണ്. നമുക്കറിയാം, സാധാരണ നമ്മുടെ ലോക്കൽ ഒരു കോടതിയിൽ നിന്നൊരു വിധി വന്നാൽ പോലും അത് ലംഘിക്കാൻ പാടില്ല. അത് കോടതിയെ അലക്ഷ്യമാണ്, അതുപോലും കേസാണെന്നാണ്. എന്നാൽ ഇത് കേവലം ഒരു ദുനിയാവിലെ കോടതിയല്ല, നേരെ മറിച്ച് റബ്ബുൽ ആലമീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജഡ്ജ്മെന്റ് ആണ്, അവന്റെ ഖളാ ആണ്, അവന്റെ വിധിയാണ്. എന്ത്? അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹ്, ആ റബ്ബിന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണമെന്നത് റബ്ബിന്റെ വിധിയാണ്. അതിനോട് ചേർത്ത് അത്ഫ് ചെയ്തല്ല പറഞ്ഞു. അതോടൊപ്പം വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നതും റബ്ബിന്റെ ഇദാ ഖളായിൽ പെട്ടതാണ്, അവന്റെ ജഡ്ജ്മെന്റിൽ പെട്ടതാണ്. ഇതിൽ അല്ലാഹു ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. അവരിൽ ആരെങ്കിലും ഒരാളോ അതല്ലെങ്കിൽ രണ്ടുപേരോ അവരുടെ വാർദ്ധക്യകാലത്ത് അവർ നിന്നെ സമീപിച്ചാൽ അവർക്ക് പല ചേഷ്ടകളും ഉണ്ടാകും, പല വൈകാരിക പ്രകടനങ്ങളും ഉണ്ടാകും. നിങ്ങളെപ്പോലെ നടക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും, നിങ്ങളെപ്പോലെ നിങ്ങളുമായി ഓടിയെത്താൻ കഴിഞ്ഞില്ല എന്ന് വരും. ചിലപ്പോ പിച്ച വെച്ച് നടക്കുന്ന മക്കളെപ്പോലെ അവരായെന്ന് വരും. ചിലപ്പോൾ അവർ പലതും നിങ്ങളോട് സംസാരിച്ചെന്ന് വരും, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് അവർ പ്രകടിപ്പിച്ചു എന്ന് വരും. ചിലപ്പോൾ ഇരുന്ന ഇരിപ്പിൽ അവർ വിസർജിച്ചു എന്ന് വരും, ഒമിറ്റ് ചെയ്തു എന്ന് വരും. ഇനി അതല്ല, അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് അവരുടെ എല്ലാ വൈകാരിക വിക്ഷോഭങ്ങളും നിങ്ങളുടെ നേരെ അവർ എഴുതി വിട്ടു എന്ന് വരും. പക്ഷേ ഫലാ തഖുൽ ലഹുമാ ഉഫ് എന്ന് പോലും നിന്റെ ഉപ്പയോട് പറയാൻ, അല്ലെങ്കിൽ മുഖം തിരിച്ചിട്ട് ഛേ എന്ന് പറഞ്ഞ് നടന്നു പോകാൻ നിനക്ക് അധികാരമില്ല. അത് റബ്ബിന്റെ തീരുമാനമാണ്, അല്ലാഹുവിന്റെ തീരുമാനമാണ്. വലാ തഖുൽ ലഹുമാ ഉഫ് എന്ന് പോലും നീ മിണ്ടിപ്പോകരുത്. ആരുടെ നേരെ? നിന്റെ ഉപ്പയുടെ നേരെ, നിന്റെ ഉമ്മയുടെ നേരെ. വലാ തൻഹർഹുമാ, ഒരിക്കൽ പോലും നീ നിന്റെ ഉപ്പയുടെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കരുത്, കയർത്തു സംസാരിക്കരുത്. നിനക്ക് ഇഷ്ടം ഉണ്ടാകാം, ഇഷ്ടമില്ലാതിരിക്കാം. നിനക്കിഷ്ടമുള്ളത് അവർ ചെയ്തു വരാം, ഇഷ്ടമില്ലാത്ത ചെയ്തു വരാം. പക്ഷെ വലാ തൻഹർഹുമാ, നിന്റെ ഉപ്പയോട് കയർക്കുന്ന ഒരവസ്ഥ, നിന്റെ ഉമ്മയോട് കയർക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ റബ്ബിന്റെ ജഡ്ജ്മെന്റിനെതിരെ സംസാരിച്ചവനും പ്രവർത്തിച്ചവനുമാണ് നീ, അല്ലാഹുവിന്റെ തീരുമാനത്തിനെതിരെ സംസാരിച്ചവനാണ്. വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, ഏറ്റവും മാന്യമായി, ഏറ്റവും നല്ല ബഹുമാനത്തോടെയുള്ള വർത്തമാനമല്ലാതെ ഒരു അപമര്യാദയുടെ സ്വരം പോലും നിന്നിൽ നിന്നുണ്ടാകാൻ പാടില്ല. ചീത്ത വിളിക്കലല്ല, അവരോട് മോശമായി സംസാരിക്കലല്ല. വലാ തഖുൽ ലഹുമാ ഖൗലൻ കരീമാ, ഏറ്റവും മാന്യമായ, ഏറ്റവും നല്ല വാക്കുകൾ കൊണ്ട് നിന്റെ ഉപ്പയോട്, നിന്റെ ഉമ്മയോട് നീ സംസാരിക്കാൻ പാടുള്ളൂ. ഛേ എന്നൊരു വാക്ക് പോലും അവരോട് പറയരുത്, കയർക്കരുത്. മാന്യമായ ഏറ്റവും ക്വാളിറ്റിയുള്ള വാക്കുകൾ, അതുകൊണ്ടല്ലാതെ നിന്റെ ഉപ്പയോട് നീ സംസാരിക്കരുത്, ഉമ്മയോട് സംസാരിക്കരുത്. അവരാരാകട്ടെ, ചിലപ്പോ മഹാഫ്രോഡാണെന്ന് വിചാരിക്കും. അങ്ങനെ ഉണ്ട്, എൻ്റെ വാപ്പ അത്ര ശരിയല്ല, ഉമ്മ അത്ര ശരിയല്ല, അതുകൊണ്ട് ഞാനിങ്ങനെ. നിനക്ക് അങ്ങനെ ഒരു അവകാശം അല്ലാഹു തന്നിട്ടില്ല, റബ്ബ് തന്നിട്ടില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവകാശം അവരോട് മോശമായി സംസാരിക്കാൻ, അവരുടെ നന്മയും അവരുടെ ജീവിതമൊക്കെ നോക്കിയിട്ട് ആ രൂപത്തിൽ അവരോട് പ്രതികരിക്കാൻ അല്ലാഹു നിന്നോട് പറഞ്ഞിട്ടില്ല. റബ്ബ് പറഞ്ഞത് മാന്യമായിട്ടല്ലാതെ നിന്റെ ഉപ്പയോട് നീ സംസാരിച്ചു പോകരുത്, ഉമ്മയോട് സംസാരിച്ചു പോകരുത്. വഖ്ഫിൽ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. അറബി ഭാഷ നിർബന്ധമായും ജീവിതത്തിൽ പഠിക്കണമെന്ന് പറയുന്നത് ഈ ആയത്തുകളിലേക്ക് അർത്ഥം തിരിയാനാണ്. കാര്യം നമ്മൾ മലയാളത്തിൽ പറയുന്ന വാക്കല്ല ഖുർആനിൽ അല്ലാഹു പ്രയോഗിച്ചത്. വഖ്ഫിൽ ലഹുമാ ജനാഹ ദുല്ലി എന്ന് വെച്ചാൽ നീ കീഴടങ്ങിയ ഒരു അടിമയെ പോലെ നിന്നു കൊടുക്കണം നിന്റെ ഉപ്പയുടെ മുന്നിൽ. ജനാഹ ദുല്ലി മിനർ റഹ്മ, ചങ്ങലകൾ ബന്ധിച്ച ഒരു അടിമയെ പോലെ. വാപ്പ പറയൂ ഞാൻ അനുസരിക്കും, ഉമ്മ പറയൂ ഞാൻ അനുസരിക്കും, നീ അടിമയാണ്. അല്ല, ജനാഹ ദുല്ലി മിനർ റഹ്മ, നിന്ദയുടെ ദുല്ലിന്റെ ചിറകുകൾ, ആ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ന്ന് 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 ആ വാപ്പയുടെ മുന്നിൽ ഉമ്മയുടെ മുന്നിൽ നിന്നു കൊടുക്കണം നീ. വഖ്ഫിൽ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. ആ വാക്കിനൊക്കെ എങ്ങനെ മലയാളത്തിൽ അർത്ഥം പറയാ? താഴ്ന്നു കൊടുക്കണം, വിനയപ്പെട്ടു കൊടുക്കണം, ആ കാരുണ്യത്തിന്റെ ചിറക് അവരുടെ മുന്നിൽ ഇറക്കി വെച്ചു കൊടുക്കണം. മാത്രമല്ല അവരെ നോക്കി അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ അസാന്നിധ്യത്തിൽ എപ്പോഴാണെങ്കിലും റബ്ബിനോട് നീ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, ചെറുപ്പത്തിൽ എന്നെ ഇവരെന്നെ പരിഗണിച്ചിട്ടുണ്ട്. നാവെടുത്ത് സംസാരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ ഇവരെന്നെ പരിഗണിച്ചിട്ടുണ്ട്. കിടന്നിടത്ത് വിസർജിച്ച നേരത്ത് ഇവരെന്നെ പരിഗണിച്ചിട്ടുണ്ട്. എട്ടും പൊട്ടും തിരിയാത്ത നേരത്ത് ഇവരെന്നെ പരിഗണിച്ചിട്ടുണ്ട്, എന്നോട് കരുണ കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവേ, എൻ്റെ ഉപ്പക്ക് നീ കരുണ നൽകണേ, ഉമ്മക്ക് നീ കരുണ നൽകണേ അല്ലാഹ്. ഇത് നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇത് പറഞ്ഞിട്ടുള്ള പറഞ്ഞു റബ്ബുക്കും അഅലമു ബിമാ നുഫൂസിക്കും. നാട്യ നടനമല്ല കേട്ടോ ഉദ്ദേശിച്ചത്, കേവലം നടനമല്ല ഉദ്ദേശിച്ചത്. റബ്ബുക്കും അഅലമു ബിമാ നുഫൂസിക്കും, നിന്റെ കൽബിൽ ഒളിപ്പിക്കുന്ന കാര്യം റബ്ബ് അറിയുന്നുണ്ട് കേട്ടോ. നിന്റെ ഹൃദയത്തിൽ ഒളിപ്പിക്കുന്നത് റബ്ബ് കാണുന്നുണ്ട്, അല്ലാഹു അറിയുന്നുണ്ട് എന്ന് ഖുർആൻ പറയാൻ. നീ സ്വാലിഹായാൽ അല്ലാഹു നിനക്ക് പുറത്തു തരും. അല്ലാഹുവിനെ ഗഫൂറായി നിനക്ക് കാണാം. ഇൻ തകൂനു സ്വാലിഹീന ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറാ. നീ സ്വാലിഹാണെങ്കിൽ അല്ലാഹു നിന്നെ സ്വീകരിക്കും. അതുകൊണ്ട് നിന്റെ ഹൃദയം അറിയുന്ന റബ്ബ് നിരീക്ഷിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അതുകൊണ്ട് ഉപ്പയോടുള്ള പെരുമാറ്റത്തിൽ പുറത്തൊന്ന് ഭാവിച്ചുള്ളിൽ നീ വേറൊന്ന് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് റബ്ബ് കാണും, അല്ലാഹ് അറിയും. അപ്പോ ബാഹ്യമായ കേവല പ്രകടനങ്ങൾക്കപ്പുറത്ത് ഉള്ളറിഞ്ഞ് നിന്റെ മാതാപിതാക്കളെ ഖിദ്മത്ത് ചെയ്തു കൊള്ളുക, അവർക്ക് മുന്നിൽ നിന്നു കൊടുത്തുകൊള്ളുക, അവർക്ക് വേണ്ടത് ഒരുമിച്ച് എത്തിച്ചു കൊടുത്തുകൊള്ളുക, അവരുടെ മുന്നിൽ തല താഴ്ത്തി നിന്നുകൊള്ളുക. മനസ്സിലാക്കണം, ഇനി എന്തു നീ ചെയ്തു എന്ന് പറഞ്ഞാലും, ഇനി എത്ര അവരെ ഖിദ്മത്ത് ചെയ്തു എന്ന് പറഞ്ഞാലും ഒരിക്കലും നീ തെറ്റിദ്ധരിക്കരുത്. ഞാനിപ്പോ ഒരുപാട് എൻ്റെ വാപ്പാക്ക് ചെയ്തു, ഒരുപാട് എൻ്റെ ഉമ്മാക്ക് ചെയ്തു. അങ്ങനെയുണ്ട് ചില മക്കൾ. ചിലപ്പോ ഉമ്മ കടന്നു പോകും, ഉപ്പ കടന്നു പോകും, ചിലപ്പോൾ 2 കൊല്ലോ 3 കൊല്ലോ ഒക്കെ കടന്നു പോകും. ചിലപ്പോൾ അവരെ നമ്മൾ പരിചരിച്ചെന്ന് വരാം, അല്ലെങ്കിൽ 1 മാസമോ 2 മാസമോ നിരന്തരമായി പരിചരിച്ചെന്ന് വരാം. അതൊക്കെ വലിയ കാര്യമായിട്ട് നമ്മൾ കാണണ്ട. ഞാൻ എൻ്റെ ഉപ്പക്ക് അത് ചെയ്തില്ലേ, ചോദിക്കാൻ പോലും അവകാശമില്ല. ഞാൻ എൻ്റെ ഉമ്മക്ക് അത് ചെയ്തു തന്നില്ലേ, അതൊന്നും ചോദിക്കാൻ പോലും അവകാശമില്ലടോ. ഒരായുസ് മാറ്റിവെച്ചാലും എന്ത് തന്നെ ചെയ്താലും അവർ ചെയ്തതിന് പകരമായി ദുനിയാവിൽ നിനക്ക് ചെയ്യാൻ സാധ്യമല്ല. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ആ അൻഹുമയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം അദബുൽ മുഫ്രദിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. അബൂബർദ പറയാണ്, അന്നഹു ശഹിദ ബിൻ ഉമർ റജുലുൻ യമാനിയുൻ യതൂഫു ബിൽ ബൈതി ഹമല ഉമ്മഹു വറാഅ ളഹരിഹി. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, അദ്ദേഹം പരിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്ത് നിൽക്കുമ്പോൾ ഒരു യമനി, ആ യമനി വന്നിരിക്കുകയാണ്. എങ്ങനെ യമനി വന്നതെന്നറിയോ? ഹമല ഉമ്മഹു വറാഅ ളഹരിഹി, തന്റെ ഉമ്മയെ മുതുകിൽ ഇങ്ങനെ ചുമന്നാ വന്നിരിക്കുന്നത്. ഉമ്മയെ ഇങ്ങനെ മുതുകത്ത് ചുമന്നിട്ട് അദ്ദേഹം തവാഫ് ചെയ്യുകയാണ്. പല ആളുകൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും, ഉമ്മയെ ചുമന്നിട്ട് ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. ഉമ്മയാകട്ടെ നടക്കാൻ കഴിയില്ല, പ്രായാധിക്യം ചെന്ന ഉമ്മയാണ്. ഒരു കുഞ്ഞിനെ പോലെ മുതുകത്ത് തൂക്കിയിട്ട് ഈ യമനെ ഇങ്ങനെ തവാഫ് ചെയ്ത് കറങ്ങി അദ്ദേഹം നേരെ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹുവിനെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോ ഇദ്ദേഹം ഒരു പാട്ട് പാടിക്കൊണ്ടാണ് കടന്നു വരുന്നത്. ആ പാട്ട് അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. എന്താണ് അദ്ദേഹം പാടുന്നത്? ഇന്നീ ലഹാ ബഈറുഹൽ മൂദല്ലലു ഇൻ ഉദ്ഇറത്രി കബുഹാലം ഉദ്അരി. ഞാൻ എൻ്റെ ഉമ്മയുടെ ഒട്ടകമാണ്, ഞാൻ എൻ്റെ ഉമ്മക്കുള്ള ഒട്ടകമാണ്. ആ ഒട്ടകം എന്ന് പറഞ്ഞാൽ അൽ മുദല്ലലു,
ഉമ്മ എന്തു പറഞ്ഞാലും അങ്ങനെ തന്നെ അനുസരിക്കുന്ന ഒട്ടകമാണ്. ഉമ്മക്ക് കീഴ്പ്പെട്ട ഒട്ടകമാണ്. ഉമ്മ അങ്ങോട്ട് തിരിയാൻ പറഞ്ഞാൽ ഈ ഒട്ടകം അങ്ങോട്ട് തിരിയും. ഉമ്മ ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞാൽ ഈ ഒട്ടകം അങ്ങോട്ട് തിരിയും. അതുകൊണ്ട് തന്നെ ഇന്നി ലഹാ ബഈറുഹൽ മുദല്ലലു, ഉമ്മക്ക് പൂർണ്ണമായും കീഴൊതുങ്ങിയ ഉമ്മക്ക് വിധേയമായ ഒരൊട്ടകമാണ് ഞാൻ. ഇൻ ഉദ്ഇറത് റികാബുഹാ ലം ഉദ്ഇരി, എനിക്ക് പുറമെയും ഉമ്മക്ക് വേറെയും ഒട്ടകങ്ങളുണ്ട്. പക്ഷേ ആ ഒട്ടകങ്ങൾ മുഴുവനും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഉമ്മയെ വിട്ട് ഓടിപ്പോയാലും ഞാനാകുന്ന ഒട്ടകം ഏത് പ്രതിസന്ധിയിലും ഉമ്മയെ വിട്ട് ഓടിപ്പോകൂല. ആ നിലക്ക് ഉമ്മയെ ഏറ്റെടുത്ത ഒട്ടകമാണു ഞാൻ എന്ന് പാട്ട് പാടിക്കൊണ്ടാണ് ഇദ്ദേഹം ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് വരുന്നത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഇബ്നു ഉമർ അതുറാനി ജസൈതുഹാ, ഓ ഉമറിന്റെ മോനെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. അതുറാനി ജസൈതുഹാ, എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട സ്ത്രീയല്ലയോ, ഒരുപാട് പണിയെടുത്ത സ്ത്രീയല്ലയോ, അതുകൊണ്ട് എൻ്റെ ഉമ്മ എനിക്ക് ചെയ്തതിന് പ്രതിഫലമായി ഇതൊക്കെ പോരെ? എൻ്റെ ഉമ്മ എന്നോട് കാണിച്ച സ്നേഹത്തിന് പകരമായി ഇതൊക്കെ പോരെ എന്ന് ചോദിക്കുമ്പോൾ ആവേശത്തോടെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ലാ വലാ ബിസഫ്ര വലാ ബിസഫ്രത്തിൻ വാഹിദ, നീ ഒരുപക്ഷെ ഉമ്മയെ ചുമന്ന് നടക്കുന്നുണ്ടാകാം, പക്ഷേ നിന്നെ പ്രസവിച്ച നേരത്ത് മരണം മുന്നിൽ കാണുന്ന മരണവേദനയിൽ പിടയുന്നത് പോലെ ഉമ്മ വേദനിച്ച നേരത്ത് ഉമ്മ വലിച്ചു വിട്ട ഊർജ്ജശ്വാസമുണ്ട്. ആ നൊമ്പരത്തിൽ, ആ ജീവൻ പോകുന്ന വേദനയിൽ ഉമ്മ വലിച്ചു വിട്ട ഊർജ്ജശ്വാസമുണ്ട്. ആ നരമ്പുകൾ വരിഞ്ഞു മുറുകി 20ഓളം വരുന്ന എല്ലുകൾ ഒരേ സമയത്ത് ഒടിഞ്ഞു പോകുന്ന വേദന അനുഭവിച്ച ആ നേരത്ത് ഉമ്മ വലിച്ചു വിട്ട ഒരു ശ്വാസത്തിന് പകരമാകില്ലടാ നിന്റെ പാട്ടും ഈ ഉമ്മയെ ചുമന്നുള്ള നിന്റെ നടത്തവുമെന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അപ്പോ നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഒരു നേരം ഉമ്മയെ ഒന്ന് താങ്ങിക്കൊണ്ടു പോയതിന്റെ പേരിൽ, ഒരു ഹോസ്പിറ്റലിൽ പോയതിന്റെ മുന്നിൽ ചോറ്റുപാത്രവുമായി കാത്തു നിന്നതിന്റെ പേരിൽ എൻ്റെ ഉമ്മയോടുള്ള ബാധ്യത തീർന്നു, അല്ലെങ്കിൽ ഞാൻ വലിയ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് ഒരാളും തെറ്റിദ്ധരിച്ചു പോകരുത്. അവർ വലിച്ചവരുടെ ഒരു ശ്വാസത്തിന് പകരമാകില്ല ഒരായുസ് നാം അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് വലിയ ഒരു വിഷയമാണ്, ഇന്നത്തെ കാലിക സമൂഹത്തിന് ബോധ്യപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തുറന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉപ്പയെ, നമ്മുടെ ഉമ്മയെ, അവരിൽ ഏതെങ്കിലും ഒരാൾ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ കിട്ടിയ ഏറ്റവും വലിയ നിധി അതാണ്. അതാണ് നിധികുംഭം. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തന്ന ഏറ്റവും വലിയ നിധി എന്ന് മനസ്സിലാക്കാനും അവർ വഴി നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കുന്ന ആ സ്വർഗീയ വിരുന്നിൽ പങ്കുചേരാനും പരിശ്രമിക്കണേ, പണിയെടുക്കണേ എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോടും എന്നോടും പ്രത്യേകം ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്ത് അവിടെ തൃപ്തി കരഗതമാക്കുന്ന വിശ്വാസികളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ولجميع المؤمنين والمسلمين أجمعين واستغفروه إنه هو الغفور الرحيم. إن الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്കു ശേഷം ഒരുപാട് കണ്ണു നനയുന്ന സന്തോഷകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാൻ അള്ളാഹു തൗഫീഖ് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിരവധി അനവധി നന്മകൾ, ഖൈറാത്തുകൾ ഈ മണ്ണിൽ മുളക്കുന്നത് കാണാൻ റബ്ബ് സുബ്ഹാനഹു വ തആല അവസരം തരുമ്പോൾ അതിനുവേണ്ടി പണിയെടുക്കുന്ന, പരിശ്രമിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് അവരോട് നന്ദി കാണിക്കാനല്ലാതെ മറ്റൊരു നിർവാഹവും നമ്മുടെ മുന്നിലില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത്, പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരി അവരുടെ 2 കമ്മലുകളും ഒരു ചെറിയ സ്വർണത്തിൻ്റെ ഒരു കൊയിനും നമ്മുടെ ഷാഫിയുടെ സഹോദരി വഴി നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊടുത്തു വിട്ടു. ആരാണ് അവരെന്ന് നമുക്കറിഞ്ഞുകൂടാ. കൊടുങ്ങല്ലൂർ എവിടെയോ ഏതോ ഒരു കുടുംബത്തിൽ ഏതോ ഒരു ഉപ്പയുടെ ഉമ്മയുടെ മകളായി ജനിച്ച് ഏതോ കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന ഒരു സഹോദരി എന്നല്ലാതെ ആരാണവരെന്നോ അവരുടെ പേരെന്തെന്നോ നമുക്കാർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ റബ്ബുൽ ആലമീനായ അല്ലാഹു കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ ജീവിതത്തിൽ അവർ ഏതെങ്കിലും തരത്തിൽ മാനസികമായോ
ശാരീരികമായോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ, ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടുകുടുംബാദികളോടൊപ്പം റബ്ബിൻ്റെ സ്വർഗത്തിലെത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്, നമ്മുടെ ഈ ക്യാമ്പസിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരി, ഇവിടുത്തെ ഒരു സ്റ്റാഫാണ്. അവർ ഒരു മാസത്തെ ശമ്പളം അതിനുവേണ്ടി നീക്കി വെച്ചിരിക്കുകയാണ്, ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. അവർ ഇന്നലെ കണ്ടപ്പോഴും അത് പറഞ്ഞു, നമ്മുടെ ഓഫീസിൽ അത് എത്തിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊരു മാസം അധ്വാനിച്ച് അവരുടെ എഫർട്ടിൻ്റെ വില, അവരുടെ അധ്വാനത്തിന് പ്രതിഫലമല്ലത്, പക്ഷേ എന്നാൽ ആ ഒരു മാസം അവരുടെ അധ്വാനത്തിൽ അവർക്ക് ലഭിച്ചത് അള്ളാഹുവിൻ്റെ ഈ മാർഗത്തിൽ, ഈ മണ്ണിൽ നമ്മുടെ മുൻഗാമികളെ റബ്ബിന് വേണ്ടി മാറ്റിയിട്ട് ഈ ഭൂമിയിൽ നിക്ഷേപിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്കും അവരുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രതിസന്ധികളും മാറ്റി നാളെ റബ്ബിനെ ഏറ്റവും ഹൈറായ രൂപത്തിൽ കണ്ടെത്താൻ ആ സഹോദരിക്കും അവരുടെ കൂട്ടുകുടുംബാദികൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു സഹോദരൻ, ആ സഹോദരൻ നമ്മുടെ കരുണ, നമ്മുടെ പ്രയാസം അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു അമലാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ വിചാരണയില്ലാത്ത മക്കൾ, അള്ളാഹു സ്വർഗം നേരത്തെ എഴുതി സമർപ്പിച്ച മക്കൾ. അള്ളാഹു ഒരിക്കലും അവരുടെ ഒരു സംസാരം ചോദിക്കൂല, അവർ കേൾവി ചോദിക്കൂല. നേരെ മറിച്ച് റബ്ബ് ഇളവ് നൽകി സ്വർഗം അതിനു വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യരാണ് ഈ നമ്മൾ ഡിസേബിൾ എന്നൊക്കെ പറയുന്ന മക്കൾ. അത് അള്ളാഹു അവർ സ്വർഗത്തിന് വേണ്ടി പടച്ച മക്കളാണ്. അവർക്ക് നാളെ ഹിസാബില്ല, വിചാരണയില്ല. അവരെ കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കുകയാണ്. ആ മക്കൾക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണ് കരുണാഭവൻ. അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ആ വേളയിൽ അവിടെ 100 ചാക്ക് സിമെൻറ്റും അതിനാവശ്യമായ മെറ്റിലും അതുപോലെ തന്നെ സാൻഡും ഒരു സഹോദരൻ വഖഫ് ചെയ്യുന്നുണ്ട്, അതിലേക്ക് നിക്ഷേപിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരൻ്റെ അമൽ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്കും കൂട്ടുകുടുംബാദികൾക്കും ബന്ധുജനങ്ങൾക്കും മക്കൾക്കും അദ്ദേഹത്തിൻ്റെ അനന്തരഗാമികൾക്കുമെല്ലാം അല്ലാഹുവിൻ്റെ ജീവിതത്തിൽ ഹൈറും ബർക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യുകയും നാളെ ആഖിറത്തിൽ വലിയ ഒരു സമ്പാദ്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല അത് തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ട് ആനന്ദിക്കുവാൻ ആ കുടുംബത്തിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സഹോദരി 33,000 രൂപ ഈ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവന്ന് ഹദിയ ചെയ്തു പോയി. ഇങ്ങനെ ഒരുപാട് മനുഷ്യർ, എങ്ങനെയാണ് അവരെ വിശേഷിപ്പിക്കേണ്ടത് എന്നറിഞ്ഞുകൂടെ. അവരുടെ അടുക്കൽ ആരും പിരിവിന് പോയതല്ല, നിങ്ങൾ തരണമെന്നൊരു സംഘം ചെന്ന് ചോദിച്ചതല്ല, റെസീറ്റ് കുറ്റി കൊണ്ടുപോയിട്ട് കാട്ടിയിട്ട് നിങ്ങൾ തരുമെന്ന് പറഞ്ഞതല്ല. സ്വന്തം മനസ്സുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിക്ഷേപിക്കാൻ തയ്യാറായ ആളുകളാണവർ. ആ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയ്യത്തിൻ്റെ പ്രതിഫലം അവരാഗ്രഹിക്കുന്ന, അവരുടെ ഓരോ സ്വതക്കകളിലും ഒരു മനുഷ്യൻ കുതിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണാർത്ഥത്തിൽ അത് നിറവേറ്റി കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരുപാട് അനുഗ്രഹങ്ങളുള്ളൊരു നാടാണിത്. നമ്മുടെ ജീവിതം കൊണ്ട് കാണാൻ ഒരുപാട് നല്ല മനുഷ്യർ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിന് നിരവധി തെളിവുകൾ നമ്മൾ കാണുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടിൻ്റെ നന്മയും ഈ സമൂഹത്തിൻ്റെ നന്മയും ഈ നാട്ടിൽ ജീവിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ നന്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തന്നെ പ്രകാശിപ്പിക്കുകയും നാളെ ആഖിറത്തിൽ അവരുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായി സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൃപ്തിയിൽ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായി എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചു പോയവരാണ് ഞങ്ങൾ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹ്, മാതാപിതാക്കളോടുള്ള നന്മകൾ അത് പറയാനോ അത് കേൾക്കുവാനോ ഉള്ള അവകാശം ഞങ്ങൾക്കുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉപ്പമാർക്ക് ഞങ്ങളുടെ ഉമ്മമാർക്ക് നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ നിലയിലും നീ അവരെ ആദരിക്കുന്നത് കാണാൻ, ബഹുമാനിക്കുന്നത് കാണാൻ, നാളെ ആഖിറത്തിൽ നിന്റെ ഉന്നതമായ ദറജയിൽ ഞങ്ങളുടെ ഉപ്പമാരും ഉമ്മമാരും നിൽക്കുന്നത് കാണാൻ, അവരതിൽ പുഞ്ചിരിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹ്, ഖബറുകളിൽ കിടക്കുന്ന ഞങ്ങളുടെ ഉപ്പമാര്, മരിച്ചുപോയ ഞങ്ങളുടെ ഉമ്മമാര്, അല്ലാഹുവേ, ഞങ്ങളുടെ പരമ്പരകൾ, അല്ലാഹുവേ, ഖബറിൽ നീ പ്രകാശം എത്തിക്കണേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉപ്പമാരുടെയും ഉമ്മമാരുടെയും ഖബറുകളിൽ നീ പ്രകാശം എത്തിക്കണേ. അല്ലാഹുവേ, അവർക്ക് നീ സ്വർഗം കണ്ടു കിടക്കാൻ തൗഫീഖ് നൽകണേ. അല്ലാഹുവേ, ഖബറുകളിൽ നീ ആനന്ദം നിറച്ചു കൊടുക്കണേ. അല്ലാഹുവേ, നാളെ ആഖിറത്തിൽ അവരെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷത്തോടെ ഓടി വന്ന് ഉണർന്ന് ഒത്തൊരുമയോടെ ഒരുമിച്ച് ഒരു കുടുംബമായി സ്വർഗത്തിലേക്ക് കടക്കാൻ നീ പ്രത്യേകം അനുഗ്രഹം ചെയ്യുന്ന വിശ്വാസികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ.
കൂട്ടുകുടുംബാദികളോടൊപ്പം നിന്റെ വിരുന്നായി സ്വർഗം സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണം റഹ്മാനെ. അതിനുള്ള യോഗ്യതയും പ്രാപ്തിയും അറിവും ഇൽമും അമലും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്നോടല്ലാതെ വേറൊരാളോടും ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയാനില്ല അല്ലാഹ്. അല്ലാഹുവേ, നീയല്ലാതെ ഒരു സഹായി ഇല്ല അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ കരുണയല്ലാതെ മറ്റൊരു കാരുണ്യമില്ല അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഔദാര്യമല്ലാതെ മറ്റൊരു ഔദാര്യമില്ല അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ അഫ്വല്ലാതെ മാപ്പല്ലാതെ വേറൊന്നും ഞങ്ങൾക്കില്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ നീ സ്വീകരിക്കണേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين.